അതൊന്നുമല്ല, ജോലി നഷ്ടപ്പെടുത്തിയത് ഞാനാ പ്രകാശൻ. പ്രകാശേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞു അച്ഛന്റെ പണി കളയിച്ചത് പ്രകാശേട്ടനാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? ആ ഓട്ടോ കത്തിച്ചത് അച്ഛന്റെ മകൻ പ്രകാശേട്ടൻ. പറ, അച്ഛന്റെ ജോലി ഇല്ലാതാക്കിയത് പ്രകാശേട്ടനല്ലേ? അല്ല അല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ആരുടെയും ജോലി ഇല്ലാതാക്കിയിട്ടില്ല. പച്ചക്കള്ളം. പ്രകാശേട്ടൻ തന്നെ ഇത് ചെയ്തത്. എനിക്ക് അച്ഛൻ പണം തന്ന് സഹായിച്ചതിന് പകരം ചെയ്തതല്ലേ. അച്ഛനോടുള്ള പക ഇനിയും തീർന്നിട്ടില്ല നിങ്ങൾക്ക്. മനോജിന് കുറെ പണം കൊടുത്ത് സഹായിച്ചെന്നുള്ള കാര്യം ശരിയാ. മനോജിന്റെ സമയദോഷം കൊണ്ട് ആ പണം കൊണ്ട് ചെയ്ത ബിസിനസ് ഒന്നും വിജയിച്ചില്ല. അച്ഛന്റെ പണം നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ട് തന്നെ സമ്മതിക്കുന്നു. പക്ഷെ ഈ പാവം മനുഷ്യന്റെ വെള്ളം കുടിച്ച് കിടക്കാനുള്ള ഒരേ ഒരു വഴി, അത് കെട്ടിയടയ്ക്കാനുള്ള ക്രൂരതയൊന്നും മനോജിനില്ല. അമ്മേ വേണ്ട, എല്ലാം കഴിഞ്ഞില്ലേ. ഇനി ചോദ്യം ചെയ്യാനും വഴക്കിടാനൊന്നും പോണ്ട. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എല്ലാവർക്കും പറ്റിക്കാനും കുരങ്ങ് കളിപ്പിക്കാനും വേണ്ടി ഈ മനുഷ്യനെ ഇട്ട് കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മാധവേട്ടന്റെ ജോലി തെറിപ്പിച്ചത് നീയല്ലേ? എന്ത് വൃത്തികേടായി പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വെറുതെ MLA-യുടെ മോളുടെ വാക്കും കേട്ടുകൊണ്ട് എന്നെ കുറ്റക്കാരനാക്കരുത്.